ഇന്ന് നമ്മുടെ യാത്ര ഫിൻലൻഡിൽ എന്താ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ ഫോറസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കാണാമെന്നോർത്ത് പോകാമെന്നോർത്തു. ഇപ്പോൾ ഒക്ടോബറിൽ ഭയങ്കര ഓട്ടമായതുകൊണ്ട് ഭയങ്കര കളർഫുള്ളാണ് ഫോറസ്റ്റിൻ്റെ ഏരിയയും. പക്ഷേ ഞങ്ങളുടെ ഈ ഭാഗത്തെ ഇലകളൊക്കെ മിക്കതും കൊഴിഞ്ഞത് കണ്ട് താഴ്ത്തി കിടക്കണുണ്ടോ എന്ന് വെച്ചാൽ കാറ്റുണ്ടായിരുന്നു, മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഒരു സണ്ണ് വന്നത്. ഇപ്പോൾ സൂര്യനാണെങ്കിൽ ആളിക്കത്തുന്ന സൂര്യൻ, കെടാൻ പോണ സൂര്യൻ എന്ന് പറയാം വേണമെങ്കിൽ. നവംബർ ആകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ളി ഇരട്ടാവും. അപ്പോൾ അതുകൊണ്ട് സൂര്യൻ ഇന്ന് ആളിക്കത്തുന്നുണ്ട്, നാളെ തൊട്ട് ആളിക്കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കെടാൻ പോണ സൂര്യനായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇലകളൊക്കെ പക്ഷെ കൊഴിഞ്ഞു പോയിട്ടോ, കൂടുതലും ഞങ്ങളുടെ ഏരിയയിൽ. വേറെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഫിൻലൻഡിൽ കാട്ടിലോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ പച്ച കളറുകളൊക്കെ മിക്കതും ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീ ആണ്. ബാക്കി എല്ലാത്തിൻ്റെയും ഇലകളൊക്കെ കൊഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഇലകളൊക്കെ കൊഴിഞ്ഞു. ഇത് കാടാണ് കേട്ടോ. സൂര്യൻ ഭയങ്കര തേജസ്സൂര്യനായിട്ടിരിക്കുന്നതാണ്. ഭയങ്കര പ്രകാശ ഇതായിരുന്നു. ഇതൊരു വൈകുന്നേരമായിരുന്നു കേട്ടോ, ഒരു 4:30 സംതിങ് ആയിരുന്നു. ഇവിടെയൊക്കെ നിറയെ ഇലകളൊക്കെ കാര്യം മഴയൊക്കെ പെയ്ത് ഇലകളൊക്കെ പോയി. പിന്നെ ആകെ എന്താ ഇരുട്ടുകൾ വരാറായി. ഇനിയിപ്പോൾ ഒരു മാസം വരെ കഴിയുമ്പോഴത്തേക്കും ഇരുട്ടാകും. ഇപ്പോൾ ഫിൻലൻഡ് മൊത്തം ഇരുട്ടാകും. നല്ല ഭംഗി. പക്ഷെ കാണാൻ കാടൊക്കെ നല്ല കളർഫുൾ, സൂര്യൻ്റെ ഇതും കൂടി രശ്മികളും കൂടി വരുമ്പോൾ ഭയങ്കര ഭംഗിയുണ്ട്. മനോഹരമായിരുന്ന കാട്. ഇത് കാട്ടിലൂടെയുള്ള വഴിയാട്ടം. നിറയെ ഇതൊക്കെ ഉണ്ട്, എന്താ ഇലകളും കൊമ്പും. പിന്നെ ഞാനിങ്ങനെ ഇടയിൽ നടക്കുന്ന സൗണ്ട് എനിക്കൊന്ന് കേൾക്കാൻ തോന്നുന്നു. ഞങ്ങൾ കാടിൽ കുറച്ചൊക്കെ നടന്ന് കയറി കണ്ട്. എൻ്റെ സൂര്യൻ കണ്ട ഭയങ്കര ഭയങ്കര ലൈറ്റായിട്ട്. പക്ഷെ അത് കെടാൻ പോണ ദീപം എന്നറിയില്ല, അതുപോലെയാണ്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇവിടുത്തെ സൂര്യനും. ഇത് നല്ല മനോഹരമായിരുന്നു കാട്ടിൽ യാത്രയും ആ വഴി നടക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ വിചാരിച്ചാൽ ആദ്യത്തിനോട് സൈക്കിൾ ഓട്ടാൻ പറ്റും. അത് രാത്രി സൈക്കിൾ ഓട്ടണത്